لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك حجا حقا تعبدا ورقا لبيك مرهوبا ومرغوبا إليك لبيك ذا النعماء والفضل الحسن لبيك وسعديك والخير بيديك والرغباء إليك والعمل لبيك ذا المعارج لبيك ذا الفواضل لبيك إله الحق لبيك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് സുഹൃത്തുക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബിൻ്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ മുജാഹിദ് പ്രവർത്തകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിശദീകരണങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 10 കൊല്ലം മുമ്പുണ്ടായ ഒരു പിളർപ്പിനു ശേഷം സംഘടനയിൽ ഇനിയും ഒരു ഭിന്നിപ്പോ എല്ലാവരും വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്. വാസ്തവത്തിൽ ഭിന്നിപ്പിക്കാൻ അനുവദിക്കുകയില്ല, ഈ പ്രസ്ഥാനത്തെ ഇനിയും പിളർത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് നാം ജില്ലകൾ തോറും വിശദീകരണങ്ങൾ സംഘടിപ്പിക്കുന്നത്.
ഒരു വ്യക്തിയും അയാളെ പിന്നാലെ കൂടിയ ഒരു കോക്കസും ഇന്ന് KNM സംസ്ഥാന കമ്മിറ്റിയെയും KJUവിനെയും ഹൈജാക്ക് ചെയ്ത് അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടനാ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആയത്തും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച ആദർശത്തിൽ പോലും കൈവച്ച് കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമിച്ചും സഹിച്ചും സംഘടനയിൽ ഒരു ഭിന്നിപ്പുണ്ടാകരുതെന്ന് കരുതി യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ പ്രവർത്തകർ ശ്വാസം അടക്കിപ്പിടിച്ച് വീർപ്പുമുട്ടി കഴിയാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. ഇക്കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ആരംഭിച്ച ജമിയത്തുലുലമയുടെ ബാനറിലുള്ള വിശദീകരണം തികച്ചും മുജാഹിദ് പ്രവർത്തകർ ചേരിതിരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ആ വിശദീകരണത്തിന് ശേഷമാണ് ഇന്നീ കാണുന്ന തരത്തിൽ യൂണിറ്റുകളിൽ ചേരിതിരിവും അതുപോലെ തന്നെ ഭിന്നിപ്പും ഉണ്ടാവുകയും എല്ലായിടത്തും രണ്ടു ചേരിയായി KNM പ്രവർത്തകർ മാറുകയും ചെയ്തിട്ടുള്ളത്. ഭിന്നിപ്പും ചേരിതിരിവും നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. നമുക്ക് ഭിന്നിപ്പും ചേരിതിരിവും ഉണ്ടാകുമ്പോൾ പോയി പരാതി പറയാനുള്ളവർ, സങ്കടം പറയാനുള്ളവർ സംസ്ഥാന നേതൃത്വമാണ്. പക്ഷെ ഇവിടെ നാം കാണുന്നത് ചെങ്ങലക്കു തന്നെ ഭ്രാന്ത് പിടിക്കുന്നതാണ്. അതായത് ഭിന്നിപ്പ് നിയന്ത്രിക്കേണ്ടവർ തന്നെ ഭിന്നിപ്പ് സ്പോൺസർ ചെയ്തിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുക. CD ടവർ പോയി പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ അവിടെയാണ് ഗ്രൂപ്പിന്റെ ആസ്ഥാനം തന്നെ. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പ് ആസ്ഥാനത്ത് ചെന്ന പോലെ നമുക്ക് അനുഭവപ്പെടുക. ഏപ്പിന്റെയും ടീപ്പിന്റെ ഒക്കെ റൂമിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ സങ്കടം പറയുന്ന ഒരു നേതാക്കൾ എന്ന സ്ഥിതി പോയിട്ട് ഒരു ഗ്രൂപ്പിനനുസരിച്ച് നിൽക്കുന്നു നമ്മുടെ നേതാക്കൾ, അല്ലെങ്കിൽ അവർ അങ്ങനെ നിർബന്ധിക്കപ്പെടുന്നു എന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സംഘടന എത്തിപ്പെട്ടിരിക്കുകയാണ്. ചില ആളുകൾ ചോദിക്കും, അബ്ദുറഹ്മാൻ സലഫി എന്നൊരൊറ്റ വ്യക്തി വിചാരിച്ചാൽ ഈ സംഘടന ഇങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നതിനാണ് ഇക്കഴിഞ്ഞ ഒരു വർഷത്തെ ഈ പുതിയ KNM കമ്മിറ്റി വന്നതിനു ശേഷമുള്ള പരിപാടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം KNM സംസ്ഥാന കമ്മിറ്റിയിലുള്ളവർ APയും TPയും മാത്രമാണ് ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടവർ. ബാക്കിയുള്ളവരൊക്കെ ഗ്രൂപ്പ് പാനലിൽ വന്നവരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏത് ഗ്രൂപ്പാണ് വരേണ്ടതെന്ന് ഗ്രൂപ്പ് നേതാവ് തീരുമാനിക്കും. കാസർഗോട്ട് നിന്ന് ആര് വരണം, വയനാട്ടിൽ നിന്ന് വരുമെന്ന് അബ്ദുറഹ്മാൻ സലഫിയും മൂവർ സംഘം കോക്കസ് തീരുമാനിക്കും. അതിനനുസരിച്ച് പാനൽ അവതരിപ്പിച്ചിട്ട് കിട്ടിയ സീറ്റാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് ഈ ഗ്രൂപ്പ് മീറ്റിംഗ് തുടങ്ങി, കോക്കസ് പ്രവർത്തനം തുടങ്ങി, അങ്ങനെ വന്നിട്ടാണല്ലോ സംസ്ഥാന കമ്മിറ്റി പിടിച്ചത്. ആ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു അഭിപ്രായം പറയാൻ ഇവർക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം ഗ്രൂപ്പിന്റെ ഓശാരത്തിൽ കിട്ടിയ സംസ്ഥാന കമ്മിറ്റിയിലെ സീറ്റാ. അപ്പൊ പിന്നെ ഏകാധിപതിയായ കോക്കസ് നേതാവ് പറയുമ്പോൾ തലയും താഴ്ത്തിയിരിക്കുക, അല്ലെങ്കിൽ പിറ്റേന്ന് അവനെ മാറ്റിയിട്ട് വേറെ ആളെടുക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശൂറ എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇന്ന് ഇല്ലാതായി. ശൂറ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് വാസ്തവം. കാരണം എന്താ? ശൂറയെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള കോക്കസ് പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. 2011 ജൂണിൽ CD ടവറിൽ വെച്ച് നടന്ന ഗ്രൂപ്പ് മീറ്റിംഗോട് കൂടിയാണ് ഈ പ്രസ്ഥാനത്തിൽ പുതിയ ഒരു പിളർപ്പിനും പുതിയ ഒരു ചേരുതിരിവിനും കാരണമായത്. അതിൽ പങ്കെടുത്തത് പയ്യന്നൂർ കോക്കസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ KKPയും ടീമുണ്ട്, തലശ്ശേരിക്കാരൻ സിദ്ദീഖ് ഉണ്ട്, ചേറൂർ ഹാരിസും കാസർഗോട്ടെ ടീമുണ്ട്, നൂറിഷുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അബ്ദുൾ റസാഖ് ബാഖവി ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അനീഫ് കായക്കൊടി പറഞ്ഞത്, ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ സർവ്വ വിഷപ്പാമ്പുകളും അവിടെ ഉണ്ട് എന്നാണ്. ആ വിഷപ്പാമ്പുകളൊക്കെ തലക്ക് വെച്ചിട്ട് അപ്പം മൂപ്പര് നടക്കുന്നത് തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ വിഷപ്പാമ്പുകളൊക്കെ അവിടെ വെച്ച് മീറ്റിംഗ് കൂടിയാൽ അത് ഗ്രൂപ്പ് മീറ്റിംഗ് ആണെന്ന് സംശയിക്കൂലെന്നാണ് വിചാരിച്ചത്. അതിന്റെ CD വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, സക്കരിയ സലാഹിയെ പുറത്താക്കണം ഞങ്ങൾ പലവട്ടം ആവശ്യപ്പെട്ടതാണ്. 2009 പുറത്താക്കിയിട്ട് ഞാൻ APയോട് ചോദിച്ചു, എന്തിനാ പിന്നെ നിങ്ങൾ തിരിച്ചെടുത്തത്? ബാക്കവി പ്രസംഗിക്കുക. അപ്പൊ പറയാണ്, അത് തിരിച്ചെടുത്ത് എന്താണെന്നറിയോ, അതെന്റെ വന്ന് കാല് പിടിച്ചതുകൊണ്ടാണ്. ഇങ്ങനെ സുഹൃത്തുക്കളെ, അത് കേട്ടാൽ വളരെ സങ്കടകരമായ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രസ്ഥാനം പോയിട്ടുള്ളത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ സമയവും അധ്വാനവും ചെലവഴിച്ച് ഇതിൽ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? ഇതൊരു രാഷ്ട്രീയ പാർട്ടി പോലുള്ള ഒരു പാർട്ടിയായി മനസ്സിലാക്കിയിട്ടല്ല, ഗ്രൂപ്പ് കളിക്കാനും ചേരിതിരിക്കാനുമല്ല. നമ്മുടെയൊക്കെ പരലോകം രക്ഷപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയൊരു കൂട്ടായ്മ. ഈ തൗഹീദിന്റെ ആദർശം സ്വന്തം ജീവിതത്തിലും സ്വന്തം കുടുംബത്തിലും ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് കഴിയുമ്പടി എത്തിച്ചു കൊടുക്കുകയും വേണം. നമ്മളൊക്കെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ട കക്ഷി അൽ ഫിർഖത്തുൻ നാജിയ എന്ന ഹദീസിൽ പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ജീവിച്ചു മാതൃക കാണിച്ച മാർഗം ഏതോ ആ മാർഗത്തിൽ ജീവിക്കണം.
ആ മാർഗത്തിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ വഴി നടത്തുന്ന ഏക പ്രസ്ഥാനം എന്ന നിലക്കാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. ആരും ഇതുകൊണ്ടെന്നും 10 പൈസ സമ്പാദിക്കുന്നവരല്ല. ഇന്ന് നമ്മളൊക്കെ പുറപ്പെട്ടു, രാവിലെ പുറപ്പെട്ടു, നമ്മുടെ കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മളെല്ലാവരും വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരു സുഖം നമുക്ക് ചിലവായിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിലെ പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, ദഅവത്ത് പരിപാടികളാകട്ടെ, ഒക്കെ സാധാരണ പ്രവർത്തകരും അതുപോലെ പണക്കാരും എല്ലാവരും ഒരുപോലെ പണം എടുത്തിട്ട് നമ്മുടെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തി സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണിത്. എന്നാൽ അതിന് പകരം ഒരു ചേരിതിരിവും കോക്കസ് കളിയും ഒക്കെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള കളികളാണ് കഴിഞ്ഞ KNM ഇലക്ഷനിൽ നടന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ 10-60 കൊല്ലത്തെ ചരിത്രത്തിൽ ഈ കാലം വരെ ഉണ്ടാകാത്ത ഗ്രൂപ്പ് കളിയാണ് കഴിഞ്ഞ KNM ഇലക്ഷനിൽ നടന്നത്. എന്താ കണ്ണൂരൊക്കെ നടന്നത്? പറയാൻ കൊള്ളൂ. മനുഷ്യന്മാരോട് പറയാൻ കൊല്ലാത്ത വിധമുള്ള അക്രമവും അനീതിയും ഒക്കെ. ഇവിടെ ചേരിതിരിവ് പൂർണ്ണമാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ KJU വിശദീകരണ യോഗം ഉണ്ടല്ലോ, അത് തുടങ്ങിയത് തന്നെ എപ്പോഴാ അറിയോ? 2011 ജൂണില്. 2011 ആഗസ്റ്റില് KNM ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ അബ്ദുറഹ്മാൻ സലഫി കൂട്ടരും വിശദീകരണം തുടങ്ങി. മനസ്സിലായില്ലേ? തുടങ്ങിയത് എറണാകുളത്ത് നിന്നാ. എന്നിട്ട് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ശാഖാ തെരഞ്ഞെടുപ്പിന് ആദ്യം നിശ്ചയിക്കപ്പെട്ട സമയവും കഴിഞ്ഞു. പെട്ടെന്ന് ഇലക്ഷൻ അങ്ങ് നീട്ടിവെച്ചു. ഇലക്ഷൻ നീട്ടിവെച്ച എന്തിനാ? ഇവിടെ വിശദീകരണം നടന്നതിന് ശേഷം ഇലക്ഷൻ നടന്നാൽ മതി. കാരണം വിശദീകരണം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചു. ഒക്ടോബർ 14 ജില്ലയിലെ മുഴുവൻ പ്രധാന പ്രവർത്തകരെയും വിളിച്ചുകൊണ്ട് ഒരു ജമിയത്തുൽ ഉലമ വിശദീകരണ യോഗം. ദീന് പഠിപ്പിക്കാനല്ല, KNM പിടിച്ചെടുക്കാൻ. അത് കഴിഞ്ഞ ആളുകൾ പോകുന്നത് 2 മനസ്സുമായിട്ടാണ്. അവിടെ നിങ്ങോട്ട് അവനെ ശരിയാക്കണം, മറ്റവനെ നമുക്ക് ഒഴിവാക്കണം, ഇവനെ കയറ്റണം എന്ന് പറഞ്ഞിട്ട് വോട്ട് പിടുത്തവും ചാക്കിടലും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കലും രാഷ്ട്രീയ പാർട്ടികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടെ പ്രവർത്തനങ്ങൾ പോവുകയുണ്ടായി. സുഹൃത്തുക്കളെ, അതൊന്നും പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ ഇൻഷാ അല്ലാ നമുക്കിതൊരു തുടക്കമാണ്. നമുക്കിതൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. മനസ്സിൽ വിങ്ങി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അത് പറയേണ്ടതുണ്ട്. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി പൊതുജനങ്ങളാണ്. ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ നിലനിൽക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്ന പൊതുജനങ്ങൾ അവർ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവരായിക്കൊള്ളണമെന്നില്ല. അവർ പ്രസ്ഥാനത്തിൻ്റെ എന്തെങ്കിലും കാര്യമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മുജാഹിദ് പള്ളിയിലേ പോകൂ, മുജാഹിദ് ആദർശനുസരിച്ചേ ജീവിക്കൂ, ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കും, ഖുറാഫാത്തുകൾക്കെതിരാണ് കഴിയുന്നത്ര ജീവിതത്തിൽ സലഫി ആദർശം പുലർത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ. ഇപ്പം ഞാൻ പറയട്ടെ, തലശ്ശേരി ഒരു കഴിഞ്ഞ 10 വർഷത്തോളം അവിടെ ഖുത്ബ പറഞ്ഞ ഒരാളെന്ന് നിലക്ക് ഞാൻ പറയാം, 1500-2000 ആള് ജുമഅക്ക് പങ്കെടുക്കുന്ന സ്ഥലത്ത് മെമ്പർഷിപ്പിൽ എത്ര ആളുണ്ടാവും? ഒരു 250 ആളുണ്ടാവുമോ? ഉണ്ടാവില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ ഇഷ്ടപ്പെടുന്നവരും മുജാഹിദ് ഖുത്ബ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. നീ സുന്നിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ സുന്നി തന്നെയാണ് എന്ന് പറയുന്നൊരു 250 ആളുണ്ടാവും നിൽക്കുക. എന്നാൽ അതല്ലാത്തൊരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്ഥലത്താണ്. അപ്പം അവരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പം ഈ പ്രസ്ഥാനം ഒരിക്കലും തകരരുത്. ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാത്തത് അതിൻ്റെ സംഘടനാ ചട്ടവട്ടങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് നേരില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇത് തകരാൻ പാടില്ല. ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം. ഈ ഖുറാഫാത്തിനെതിരുള്ള ഈ ഒരു ശക്തി അതിവിടെ ഒരിക്കലും തളർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഈ ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ഇതിൽ ഇത്തരത്തിലുള്ള ഗൂഢപ്രവർത്തനങ്ങൾ നടന്ന് ഇതൊരു കൂട്ടർ കൈവശപ്പെടുത്തി നശിപ്പിക്കുമ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിട്ട് ഒന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഇനി നിങ്ങൾ പറയാനിട വരരുത്. അതിനുവേണ്ടിയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്ന് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചൊരു വിശദീകരണം കഴിഞ്ഞു, പിന്നൊരു വിശദീകരണം കഴിഞ്ഞു, ഇപ്പോൾ മൂന്നാമതും ഏകപക്ഷീയമായ വിശദീകരണം. ഞാനും കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് 2003 മുതൽ. അതിൻ്റെ ഫത്വ ബോർഡിലും ദഅവാ സമിതിയിലുമൊക്കെ മെമ്പറാണ്. പക്ഷെ ഒരു വിശദീകരണത്തിനും എന്നെ കൂട്ടൂല. മനസ്സിലായില്ലേ? അത് മാത്രമല്ല, വാദപ്രതിവാദം ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞേക്കും. ജമിയത്തുൽ ഉലമ പറയും ഇവിടെ പോകണം, വാദപ്രതിവാദം നടത്താൻ പോകണം എന്ന് പറയും. കുറച്ച് കാലമായിട്ട് അതിന് ഞാൻ പോകാത്തത് എന്നെ നിയോഗിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ താല്പര്യം എടുക്കാത്തതുകൊണ്ടോ അല്ല. അയസനിമാർ വരുന്നല്ലേ, സീനിയറായ പേരോടൊക്കെ വരുമ്പോൾ നിങ്ങൾ പോയാൽ മതി എന്ന് നമ്മുടെ ആളുകൾ ഗുണകാംക്ഷികൾ പറയുന്നത് കൊണ്ടാണ്. അപ്പം അതിനൊക്കെ നിയോഗിക്കുന്ന എന്നെ ഈ വിശദീകരണത്തിൽ കൂട്ടൂല.
കുഞ്ഞുമുഹമ്മദ് പറപ്പൂരിനെ നിങ്ങൾ ആ വിശദീകരണത്തിൽ കാണൂല, സയ്യിദ് മുഹമ്മദ് ഷാക്കിറിനെ കാണൂല, അവരൊക്കെ എക്സിക്യൂട്ടീവിലുള്ളവല്ല. അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂർ എത്രയോ പുസ്തകങ്ങൾ എഴുതി, എത്രയോ പ്രസംഗങ്ങൾ നടത്തി, അവരൊന്നും കൂട്ടൂല. ഇതൊരു കോക്കസാ വിശദീകരിക്കുന്നത്. ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവിൽ പോലും ഇല്ലാത്ത കേവലം മെമ്പർമാരായ അനസും അനീഫയുമാണ് പ്രധാന വിശദീകരണ സ്പെഷ്യലിസ്റ്റുകൾ. അവരാണ് KJU വിശദീകരണം, ആദർശ വിശദീകരണം നടത്തുന്നത് എല്ലാ ജില്ലകളിലും, ഏകപക്ഷീയമായ വിശദീകരണം. ആ വിശദീകരണവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോക്കസ് പ്രവർത്തനവുമാണ് പലയിടത്തും നടന്നത്. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? സക്കരിയ സലാഹിനെ പുറത്താക്കണം എന്ന് നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല, പിടിച്ചു നിർത്താൻ എത്ര നമ്മൾ ശ്രമിച്ചു എന്നറിയോ? കൊതറിപ്പോയതല്ലേ. അതാപ്പോ കരഞ്ഞു പറയാ. എനിക്ക് ആകെയുള്ള ഒരു കുഴപ്പം ഞാൻ കരയണില്ല എന്നുള്ളതാ. നല്ല കരച്ചിലാണ്. ബദ്രഹ്മാൻ സലഫി കരയ, അനസ് കരയ, ഹനീഫ കരയ, കരയേണ്ടോടത്ത് കരയും, ചിരിക്കേണ്ടോടത്ത് ചിരിക്കും. ഒക്കെ നിങ്ങള് എന്തൊരു അഭിനയമാണിത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ സഹിച്ച പീഡനങ്ങള്, മർദ്ദനങ്ങള് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കറിയാം. കഴിഞ്ഞ KNM ഇലക്ഷനിൽ എനിക്ക് മെമ്പർഷിപ്പ് നിഷേധിച്ചു. കടവത്തൂർ ശാഖ അംഗീകരിച്ചു വന്നപ്പോൾ മൊയ്തുമാഷി പറയാണ്, നിങ്ങളെ മെമ്പർഷിപ്പ് അംഗീകരിച്ചില്ല, നിങ്ങൾക്ക് AP കത്തയക്കുന്നു. എന്താ കാര്യം? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കത്ത് വരുന്നു, KNM-ന്റെ ആദർശത്തിനെതിരായി നിങ്ങൾ തുടർച്ചയായി പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഇന്നാലിന്ന തീയതി CD ടവറിൽ വന്ന് വിശദീകരിച്ചാൽ നിങ്ങളെ മെമ്പർഷിപ്പിന്റെ അപേക്ഷ പരിഗണിക്കൂല. ചെന്നു നോക്കുമ്പോൾ എന്താ, ഉള്ളാളിൽ വെച്ച് നടന്നൊരു ഹദീസ് സെമിനാറിൽ ഞാൻ പങ്കെടുത്തു. ആ ഹദീസ് സെമിനാർ KNM നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു. അത് ഞാൻ പിന്നീട് ചില ഗ്രൂപ്പുകൾ, പ്രത്യേക ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഞാൻ നടത്തി. അത് KNM-നോട് അധികാരമാണ് എന്നാ. അപ്പൊ തുടർച്ചയായ പരിപാടി അറിയുമ്പോൾ ഒരു 3-4 പറയണ്ടേ. ആകപ്പാട് ആറ്റിക്കുറുക്കിയിട്ടുള്ളത് കിട്ടിയതാ, KNM-നെതിരിൽ ഞാൻ ഹദീസ് സെമിനാർ നടത്തി. ഹദീസ് സെമിനാർ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു ബേജാറാ KNM-ന്. മനസ്സിലായില്ലേ? ഹദീസ് സെമിനാർ അത് കേട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ബുദ്ധിമുട്ട്. കാരണം ഹദീസ് നിഷേധികളാണ് ഇപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകളും ഇതിലുള്ളത്. ഞാൻ മടവൂരിസമായി പിരിഞ്ഞ അന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേയും കൂടി ഇതൊന്ന് പോകേണ്ടതുണ്ടായിരുന്നു, കുറേ ഇതിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. കാരണം മടവൂരിസത്തിൻ്റെ ആദർശം മനസ്സിൽ വെച്ച് തടി മാത്രം ഇവിടെ മനസ്സ് മടവൂരികളൊപ്പം. കാരണം പിളരുമ്പോൾ മാതൃസംഘടനയുടെ ഒപ്പം നിൽക്കുന്നതല്ലേ ഒരു മാന്യത. വിമതന്മാരൊപ്പം പോണത് ചേലില്ലാലോ എന്ന നിലക്ക് മാത്രം KNM-ൽ നിന്നിട്ടുള്ള വേറെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി KNM-ൽ നിന്നിട്ടുള്ള ചില ആളുകൾ, അവരാണ് ഇന്ന് പ്രസ്ഥാനത്തിലെ മുഖ്യ പ്രശ്നം. എന്താണ് ഉള്ളാൾ ഹദീസ് സെമിനാർ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? കാസർഗോഡ് ഒരു ഹദീസ് സെമിനാർ നടന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദ്യം ചോദിച്ചു, 5-6 ക്ലാസ്സുകൾ നടന്നു, വളരെ സന്തോഷകരമായി. അപ്പോൾ കാസർഗോഡിന് അപ്പുറത്തുള്ള ഉള്ളാളെന്നും മംഗലാപുരത്തു നിന്നൊക്കെ വന്ന ചെറുപ്പക്കാർ പറഞ്ഞു, ഈ ഹദീസ് നിഷേധ സോക്കട് ഞങ്ങളവിടെ ഉണ്ട്, ചേകനൂരിസ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഉസ്താദ് ഞങ്ങൾക്കും അവിടെ ഒരു ഹദീസ് സെമിനാർ സംഘടിപ്പിക്കണം. ആയിക്കോട്ടെ. അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹംസ മദീനി, ഞങ്ങളൊക്കെ ഡേറ്റ് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ KNM-ന്റെ വാലായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അവിടെ ഉള്ളത്, SKSM എന്ന് പറയും, സൗത്ത് കർണാടക സലഫി മൂവ്മെന്റ്. നല്ലൊരു സംഘടനയായിരുന്നു. തെളിവ് കിട്ടിയാൽ അംഗീകരിക്കുന്ന, തെളിവിൻ്റെ കൂടെ നിൽക്കുന്ന, പറഞ്ഞത് ജീവിതത്തിൽ പകർത്തുന്ന ഒരു കൂട്ടം പ്രവർത്തകരുടെ സ്ഥലം മംഗലാപുരം. നമുക്ക് കൊടുക്കുന്ന ആവേശമായിരുന്നു. പക്ഷെ അവർ ഈയിടെയായി ഈ കോക്കസിൻ്റെ പിടിയിലാണ്. അപ്പോൾ അവർ അവിടെ ഇങ്ങനെ കുസുകുസു പറഞ്ഞിട്ട് ഹദീസ് സെമിനാറിനോട് ഇപ്പോൾ KNM നേതാക്കൾക്കൊന്നും അത്ര താല്പര്യമില്ല. എന്നിട്ട് അവർ നേരെ KNM-ൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഹദീസ് സെമിനാറുണ്ട്, അതൊന്ന് നിർത്തിവെക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. അപ്പോൾ 2 കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ തർക്കമുണ്ടെങ്കിൽ തൽക്കാലം നിർത്തിയേക്കും. അവർ കൂട്ടത്തിൽ പറഞ്ഞു, ഹദീസ് സെമിനാറിനൊന്നും ഞങ്ങൾ എതിരല്ല കേട്ടോ, പക്ഷെ ഇപ്പം നിങ്ങളത് നടത്തണ്ട, നിങ്ങളൊന്ന് ഡേറ്റ് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് മാറ്റാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡേറ്റ് മാറ്റുകയും ചെയ്തു. അങ്ങനെ 2 കൂട്ടരും യോജിച്ച് തീരുമാനിച്ചു, നമുക്ക് തൽക്കാലം അത് വേണ്ട എന്ന്. KNM-ന്റെ കത്തും വാങ്ങി. പക്ഷെ അതിനിടക്ക് SKSM-ന്റെ 56ഓളം യൂണിറ്റുകളുണ്ട് സൗത്ത് കർണാടകയിൽ. ഈ 56 യൂണിറ്റിലെയും പ്രസിഡന്റ് സെക്രട്ടറിമാരെ അവർ വിളിച്ചൊരു യോഗം വിളിച്ചു. എന്നിട്ട് കേരളത്തിൽ നിന്ന് ജമിയത്തുൽ ഉലമയുടെ പ്രതിനിധി വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ് യോഗം വിളിച്ചത്. പക്ഷെ ആരാണ് വരുന്നത് എന്ന് പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ, യോഗം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് അവരറിയുന്നത്, അബ്ദുൾ റസാഖ് ബാഖവിയാണ് വരുന്നത്. അബ്ദുൾ റസാഖ് ബാഖവി വന്നിട്ട്
അയാൾ ജിന്നും സിഹിറും കേരളത്തിലുള്ള എല്ലാ തർക്കവും പ്രബന്ധം അതൊന്നും ആ നാട്ടുകാർക്ക് അറിഞ്ഞൂടാ. അവർക്ക് തൗഹീദും ശിർക്കും സുന്നത്തും ബിദ്അത്തും ഖുറാഫാത്തിൽ ഇതിലുള്ള പ്രസംഗം കേരളക്കാർ പോയി നടത്തി കൊടുക്കുക, അവരത് ഉൾക്കൊള്ളും. കഴിയുന്നത്ര സലഫിയത്തും തസ്കിയത്തും ഒക്കെ അവർക്ക് അറിയും. അത് മാത്രമേ ഉള്ളൂ. ഇയാൾ വെറുതെ പ്രശ്നങ്ങൾ തുടക്കത്തിൽ എൻ്റെ പേരൊക്കെ പറഞ്ഞു, സക്കരിയ എൻ്റെ ശിഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ പേരിൽ ഇങ്ങനെ ഇല്ലാത്ത ഓരോന്ന് പറയാൻ തുടങ്ങി. എനിക്കില്ലാത്ത ചില വാദങ്ങൾ, ഞാനിവിടെ ഇങ്ങനെ ജിന്നറക്കൽ ക്ലിനിക്ക് നടത്തുന്നുണ്ട്, അങ്ങനെ വാദമുണ്ട്, ഇങ്ങനെ വാദം. അപ്പോൾ കുട്ടികൾ യോഗത്തിൽ ചോദ്യം. അപ്പോൾ ഞാൻ എൻ്റെ മോള് മംഗലാപുരത്ത് പഠിക്കുന്നുണ്ടായിരുന്നു, അവളെ കൂട്ടാൻ വേണ്ടി പോയിട്ട് അന്ന് അവിടെ ഉണ്ട്. അവർ പറഞ്ഞു, സക്കരിയ സലാഹിദ ഇപ്പോൾ ഹൊസങ്കടിയിലുണ്ട്, നിങ്ങളിപ്പോൾ സമ്മതം തന്നാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വിശദീകരിക്കും, അതുകൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇരിക്കുന്നവർ എനിക്ക് സമയം തന്നതുമില്ല, ഇയാളോട് ചോദ്യം ചോദിച്ചതിന് മറുപടിയുമില്ല. അങ്ങനെ ഏകപക്ഷീയമായ വിശദീകരണം നടത്തിയിട്ട് അബ്ദുറസാഖ് ബാക്കവി യോഗം നിർത്തുകയും അല്പം കുറച്ച് കശപിശയായി. കാരണം ഇയാൾ താടി കറുപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത്, താടി വേണ്ടത്ര നീളമല്ല, പാൻ്റാണെങ്കിൽ കുറച്ച് ഇറങ്ങുകയും ചെയ്തേണ്. ഇതൊക്കെ പാടെ കണ്ടിട്ട് കുട്ടികൾ ചോദിച്ച് ദീനിന് ഉപദേശം നൽകാൻ വരുന്ന ഇവരെയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കണത്. അങ്ങനെ കശപിശയായി തീർന്ന് യോഗം പിരിഞ്ഞു. അപ്പം അവിടെ വെച്ചിട്ട് കുട്ടികൾ തീരുമാനിച്ചു, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നിർത്തിവെച്ച ഹദീസ് സെമിനാർ നടത്തേണ്ട വേണം. ഇല്ലാത്ത ആരോപണങ്ങൾ ഒരാളുടെ പേരിൽ പറയാ, അത് വിശദീകരിക്കാൻ അയാൾക്ക് അവസരം കൊടുക്കാതിരിക്കുകയും ചെയ്യുക, അത് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എന്ത് ചെയ്തു, 56 യൂണിറ്റിലെ പ്രവർത്തകനെ തെറ്റിദ്ധരിപ്പിച്ചല്ലോ, അതുകൊണ്ട് നമുക്ക് വീണ്ടും നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നടത്തണമെന്ന് പറഞ്ഞ് അവർ തീരുമാനമെടുത്തു. ഉള്ളോൾ തക്കോട്ട് യൂണിറ്റുകൾ SKSM യൂണിറ്റ് സംയുക്തമായിട്ട് ആ പരിപാടി നടത്താൻ തീരുമാനിച്ചു. നോട്ടീസ് ഇറക്കി, ബോസ് പെർമിഷൻ എടുത്ത് മുന്നോട്ട് പോയി. അപ്പോൾ SKSM വീണ്ടും ചൂടായി. കേന്ദ്ര കമ്മിറ്റി അറിയാത്ത പരിപാടിയാണ്, ആരും അതിൽ പങ്കെടുക്കാൻ പാടില്ല, എല്ലായിടത്തേക്കും സർക്കുലർ. അങ്ങനെ വന്നപ്പോൾ അവർ പ്രവർത്തകന്മാർ പറഞ്ഞു, ശരി ഞങ്ങൾ നിർത്തിവെക്കാം, ഒരൊറ്റ ഡിമാൻഡ്. അബ്ദുറസാഖ് ബാക്കവിക്ക് വേണ്ടി നിങ്ങൾ എല്ലാ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ വിളിച്ചു ചേർത്തില്ലേ, അതുപോലെ നിങ്ങൾ വീണ്ടും വിളിച്ചു ചേർത്ത്. എന്നിട്ട് സക്കരിയ സലാഹി അദ്ദേഹത്തിന് പറയാനുള്ളത് അവരെ വിശദീകരിക്കട്ടെ, അത് നിങ്ങൾ സമ്മതിക്കും എന്ന് ലെറ്റർ പാഡിൽ എഴുതി തന്നാൽ ഇപ്പം നിർത്തിവെക്കാം ഈ ഹദീസ് സെമിനാർ എന്ന് പറഞ്ഞു. അത് നടത്തി പറ്റൂല. അപ്പോൾ ഏകപക്ഷീയമായ അവരാശയം അടിച്ചേൽപ്പിക്കുക, അതിനെതിർക്കാൻ പാടില്ല ഖുർആന്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഉള്ളാൾ ഹദീസ് സെമിനാറിൽ ഞാൻ പങ്കെടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ജന്നസിഹ്റം വിഷയം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കരുത്, ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് KNMന്റെ നിർദ്ദേശം നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ ബാക്കവി പോയിട്ട് അവിടെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. സിഹിർ ഫലിക്കും, ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കും എന്ന KJU തീരുമാനങ്ങളെയൊക്കെ എതിർക്കുന്ന ആളാണ് ഇയാൾ. കാസർഗോഡ് വന്നിട്ട് ആദർശ വിശദീകരണത്തിൽ ഇയാൾ ഇതിനൊക്കെ എതിർത്തു. അവസാനം അനസ് മറുപടിയും പറഞ്ഞു. അപ്പോൾ KJUവിൻ്റെ ആദർശത്തിന് നേരെ എതിര് പ്രവർത്തിക്കുകയും KJUവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പം KJUവിൻ്റെ ആളുകളായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ കള്ളപ്രചരണം നടത്താൻ അവസരം കൊടുത്തപ്പോൾ, എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാനത് ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമാണ്. സാമാന്യമായ ഒരു നീതി എന്ന നിലക്കാണ്, ന്യായമായ ആ അവകാശം ഞാൻ ഉപയോഗിച്ചു. അതിൻ്റെ പേരിലാണ് KNMൽ എനിക്ക് മെമ്പർഷിപ്പ് നിഷേധിച്ചത്. എന്നിട്ട് ഞാൻ KNM നേതാക്കളെടുത്ത് പോയി CD ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചതാ. പലരും പറഞ്ഞു നിങ്ങൾ പോയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ പുറത്തായി എന്ന് വരണ്ട. അങ്ങനെ ഞാൻ പോയി. പറയാനുള്ളത് ആകെ ഹദീസ് സെമിനാറാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ക്ഷണിക്കാൻ വന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് KNM ഹദീസ് സെമിനാർ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെയോ ഡേറ്റ് ഒന്ന് മാറ്റണം എന്നാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും കൂടി തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചതാ. ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാമത് നടത്തുന്നത് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഡേറ്റ് മാറ്റാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഡേറ്റ് മാറ്റാനേ പറഞ്ഞിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ഞാനത് സ്വീകരിച്ചത്. ഇനി അതല്ല, ഞാനതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ KNMന്റെ നേതാക്കൾക്ക് എന്നെ വിളിക്കാം, സക്കരിയ നീ അതിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പങ്കെടുക്കൂലല്ലോ. അല്ലെങ്കിൽ SKSMന്റെ നേതാക്കൾക്ക് എന്നെ പരിചയമുള്ളവർ, ഞാൻ എത്രയോ തവണയുടെ പരിപാടിക്ക് പോയതാ. സക്കരിയ സലാഹ് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുള്ളൂ ആ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാമായിരുന്നല്ലോ. അത് രണ്ടും ഉണ്ടായില്ല. എന്നിട്ടാണ് എൻ്റെ പേരിൽ ഉള്ളാൾ ഹദീസ് സെമിനാറിൽ പങ്കെടുത്തു. എനിക്കതിലുള്ള കുറ്റപത്രത്തിൽ ഒരു നമ്പറായി കൊടുത്തിട്ടുള്ളതാ. പക്ഷേ ഈ വിശദീകരണങ്ങളൊന്നും അതിലില്ല. കുറ്റപത്രം ഏകപക്ഷീയമാണ്. ഇപ്പൊ 23 നടപടിക്രമങ്ങളും ഇടപെടലുകളും നടത്തി നീണ്ട 6 വർഷം സക്കരിയ സലാഹിയെ ഈ ശിർക്കൻ വാദത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. അതുകൊണ്ടാണ് നിവൃത്തിയില്ലാതെ ഞങ്ങൾ പുറത്താക്കിയത് എന്നാണ് അബ്ദുറഹ്മാൻ സലഫിയും മൂവർ സംഘവും നാട്ടിലൊക്കെ കൊട്ടിപ്പാടി നടക്കുന്നത്. 23 നമ്പർ ഇട്ടത് സക്കരിയ സലാഹിക്ക് 23 അവസരം കൊടുത്തു തിരുത്താനാണ് ചില ആൾ പറയുന്നത്. സക്കരിയ സലാഹി 23 കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് വേറെ ചില ആൾ പറയുന്നത്. ആ 23 കൊണ്ട് എന്തെല്ലാം വർത്താനങ്ങളാ പറഞ്ഞറിയോ? സംഗതി എന്താണെന്നറിയോ?
2002 മടവൂർ വിഭാഗം പുറത്തു പോയപ്പോൾ അവർ വലിച്ചിട്ട വിഷയമാണ് ജിന്നും സിഹറും. ആ വിഷയം പരിഹരിക്കുവാൻ വേണ്ടി കേരളം നദുവത്തുൽ മുജാഹിദീൻ, കേരള ജംഇയ്യത്തുൽ ഉലമയും ഇത്രയും കാലം എന്തൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു, അതാണ് ആ 23. അതിൽ ഏതോ ചില സന്ദർഭത്തിൽ എൻ്റെ പേരും കൂടി ഉണ്ട്. അത് മുഴുവൻ ഇപ്പം എൻ്റെ പേരിലിങ്ങ് ചാർത്തിയിരിക്കുക. അതാണ് ഇപ്പോൾ കുറ്റപത്രം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് നടക്കുന്നത്. 23 അവസരം നൽകി, 23 അവസരം നൽകി. എന്നിട്ട് എനിക്ക് KNM മെമ്പർഷിപ്പ് നിഷേധിച്ചു. ഞാൻ ചോദിച്ചു, ഞാൻ സംഘടനാ സാങ്കേതികത്വത്തിനെതിരായിട്ട് ഒന്നും ചെയ്തിട്ടുള്ള ഉല്ലാൽ ഹദീസ് സെമിനാറിൽ KNM നടത്തണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഡേറ്റ് മാറ്റാനേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ശിക്ഷിക്കണം അതിൻ്റെ പേരിൽ എന്ന് മാത്രം നിങ്ങൾ എന്നോട് പോകണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുമില്ല. അനി അതൊക്കെ ഇരിക്കട്ടെ, ഖുർആനും സുന്നത്തിനും എതിരായിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമയും KNMൻ്റെയും ആശയാദർശങ്ങൾക്കെതിരായിട്ട് ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനെപ്പറ്റി വന്നിട്ട് നമ്മൾ വാദപ്രതിവാദം നടത്തണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ചെയ്തത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടിയത്. ഇനി എന്നെ സംബന്ധിച്ച് എന്നെ തിരുത്താൻ സ്വീകരിച്ച നാൾ വഴികൾ എണ്ണിപ്പറഞ്ഞ് 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നുണ്ടല്ലോ. അറിയോ, എനിക്കെതിരിൽ ആദ്യം ഷോക്കോസ് നോട്ടീസ് തന്നു. ഷോക്കോസ് നോട്ടീസിന് ഞാൻ ശരിക്കും വിശദീകരണം എഴുതി കൊടുത്തു. ആ വിശദീകരണം പരിഗണിക്കാതെ എന്നെ വിളിച്ചിട്ട് 5 മണിക്കൂർ വിചാരണ ചെയ്തു. കോടതിയിൽ വിചാരണ ചെയ്യുന്നവർ 6-7 ആളിങ്ങനെ വട്ടാൾ നിന്നിട്ട് ഒരാളിങ്ങനെ ചോദിക്കുക, എന്നിട്ട് ഉത്തരം ഇങ്ങനെ എഴുതിയിരിക്കുക കോടതി. ഞാൻ എന്താ അത് കോടതി രേഖ ഉണ്ടാക്കാനാന്ന് ചോദിച്ചു. ഞാൻ അല്ല ഒന്നല്ല, അത് ഇവിടെ രേഖപ്പെടുത്തി വെക്കണമല്ലോ, ഇപ്പോൾ കോടതി രേഖയായിട്ട് അത് ഉപയോഗിക്കണം, മൊഴി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കെതിൽ നടപടി പിൻവലിക്കാൻ തീരുമാനിച്ചു. 5 മാസം കഴിഞ്ഞിട്ടാട്ടോ, 5 മാസം. ഇന്ന് വരെ എന്താണ് എൻ്റെ പേരിലുള്ള കുറ്റമെന്ന് കൃത്യമായി ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ആദർശത്തിന് വിരുദ്ധമായി, സംഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. അതൊരു പൊതു വർത്താനാണ്. ഏത് ആദർശത്തിനെതിരാ ഞാൻ പ്രവർത്തിച്ചത്? എന്താ ഞാൻ പ്രവർത്തിച്ചത്? ഏത് സംഘടനാ മര്യാദക്കെതിരിൽ എന്താണ് കാണിച്ചത്? എത്ര പൊറുക്കപ്പെടാത്ത പാപം? അത് പറഞ്ഞു തരാൻ ഉത്തരവാദപ്പെട്ടവർക്ക് ബാധ്യതയില്ലേ? പക്ഷെ ഇതുവരെയും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ വിചിന്തനത്തിൽ പറഞ്ഞ ദീർഘകാലമായി സംഘടനാ വിരുദ്ധവും ആദർശവിരുദ്ധമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൂ എന്നോട് വെച്ച് പൊറിപ്പിച്ചല്ലോ. അപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ, എൻ്റെ ലേഖനങ്ങൾ, എൻ്റെ ഖുത്ബകൾ, എൻ്റെ ക്ലാസ് ഇതൊക്കെ ആദർശവിരുദ്ധവും സംഘടനാ വിരുദ്ധവും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതിലൊക്കെ അറിയാതെ ഈ ജനങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് എന്തൊക്കെയെന്ന് പറഞ്ഞു കൊടുത്താലേ ജനങ്ങൾക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഇതൊരു കാടടച്ച് വെടിവെക്കുന്നൊരു പരിപാടിയാണ്. ആദർശവിരുദ്ധവും സംഘടനാ വിരുദ്ധവുമായി ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്കും പറയാവുന്ന വർത്താനാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇയാൾ എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞാൽ കേസ് എടുക്കൂല. എന്ത് ചീത്തയാണ് വിളിച്ചത്, എവിടുന്നാ വിളിച്ചത്, ആ വാക്കുകളൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതവിടെ എഴുതിയെടുക്കും. നിങ്ങൾ ഇന്ന വാക്കുകൾ ഉപയോഗിച്ച് ഇയാളെ ചീത്ത വിളിച്ചിട്ടുണ്ടോന്നാ എന്ന് പറഞ്ഞതുപോലെ സ്പെസിഫിക് ആയിട്ട് ഇന്നതാണെന്ന് കൃത്യമായി ഇതുവരെയും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പുളിക്കൽ പ്രസംഗിച്ചു എന്നാണ് 42 മിനിറ്റ് പ്രസംഗം. നിങ്ങൾക്ക് നെറ്റിൽ കയറിയാൽ കാണാം. റുഖ്യ ശർഇയ്യ വിമർശനങ്ങൾക്ക് മറുപടി. അതിലാകെ 10-15 മിനിറ്റ് റുഖ്യ ശർഇയ്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ശേഷം പ്രസംഗിച്ച അബ്ദുറഹ്മാൻ സലഫി എനിക്ക് അതേ സ്റ്റേജിൽ വെച്ച് മറുപടി പറയാനും ശ്രമിച്ചിട്ടുണ്ട്. അന്ന് രാവിലെ നടന്ന ദാഇമാരെ മീറ്റിങ്ങിൽ മൂപ്പരിനെ തീരുമാനമെടുത്താണ് ഒരേ സ്റ്റേജിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറയാൻ പാടില്ല. ആ തീരുമാനമെടുത്ത മൂപ്പരിനെ അന്ന് വൈകുന്നേരത്ത് വന്നിട്ട് എനിക്ക് മറുപടി പറയാൻ ശ്രമിച്ചു. പക്ഷെ മൂപ്പർക്ക് ഷോക്കോസ് നോട്ടീസ് ഇല്ല, എനിക്കാ ഷോക്കോസ് നോട്ടീസ്. കാരണം എന്താ അറിയോ, മൂപ്പരാണ് ഇപ്പം എല്ലാം. അപ്പം എനിക്കിതിൽ ആക്ഷേപം ഉന്നയിച്ചത് ആരാ? അബ്ദുറഹ്മാൻ സലഫി. എന്നിട്ടോ എൻ്റെ കാര്യത്തിൽ അന്വേഷണ സമിതിയെ നിശ്ചയിച്ചു. അത് ഞാനറിയില്ലട്ടോ. അന്വേഷണ സമിതി ഉണ്ട് എന്ന് അറിയണത് എനിക്ക് മെമ്പർഷിപ്പ് നിഷേധിച്ച് തിരിച്ചെടുക്കാൻ വേണ്ടി നിബന്ധനകൾ വെച്ച യോഗത്തിലാണ് അന്വേഷണ സമിതി പറഞ്ഞ സാധനം ഉണ്ട് എന്ന് അറിയണത്. ആരാ അന്വേഷണ സമിതിയുടെ ചുമതല? അബ്ദുറഹ്മാൻ സലഫിക്ക്. ആക്ഷേപം ഉന്നയിച്ചു മൂപ്പരന്നെ, ജഡ്ജി മൂപ്പരന്നെ, വിചാരണയും മൂപ്പരന്നെ, വിധി പറയലും മൂപ്പരന്നെ, ഇപ്പൊ അത് വിശദീകരിച്ചുകൊണ്ട് എടുക്കുന്നതും മൂപ്പരന്നെ. വേറെ ആരും ഇല്ല ഇതില്, ഈ പ്രസ്ഥാനത്തിന്. അല്ലെങ്കിൽ ഒരു നീതിയാണോ അത്? എനിക്കെതിരിൽ ആക്ഷേപം ഉന്നയിച്ച ഒരാളെ എൻ്റെ അന്വേഷണ സമിതിയാക്കുക, അയാളെ ജഡ്ജിയാക്കുക, അയാളെന്നെ പിന്നെ തീർപ്പും പറയാ. ഈ രൂപത്തിലുള്ള സാമാന്യ മര്യാദക്ക് പോലും നിരക്കാത്ത, ഒരു നീതിശാസ്ത്രത്തിലും കേട്ടുകേൾവിയില്ലാത്ത സംഗതികളാണ് നടന്നത്. പുളിക്കൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് കുവൈത്തിലേക്ക് പോയത്. അതിനിടയ്ക്ക് KNM സെക്രട്ടേറിയറ്റിൽ എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ആക്ഷേപം വന്നപ്പോൾ PN അബ്ദുൽ ലത്തീഫ് മദനിയോട് എന്നോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, സക്കരിയ നീ പുളിക്കൽ സംസാരിച്ച് ശരിയായില്ല, വിവാദ വിഷയങ്ങളൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ? ഞാൻ PNനോട് പറഞ്ഞു, ഞാൻ ഒരു വിവാദവും പറഞ്ഞിട്ടില്ലല്ലോ. ലോക സലഫി സമൂഹത്തിൽ ഒരു വിവാദവും ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത്. അബ്ദുറഹ്മാൻ സലഫിക്ക് വിവാദം ഉണ്ടാവും, അതെനിക്ക് ബാധകല്ല. ലോക സലഫി പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിവാദം ഇല്ലാത്ത കാര്യമല്ലേ PN ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും നിങ്ങൾ ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കണമല്ലോ, നീ ഇത് സംസാരിക്കാൻ പാടില്ല കുറച്ചു കാലത്തേക്ക് എന്നാണ് പറയുന്നത് എന്ന്.
ആയിക്കോട്ടെ, ഞാൻ സംസാരം നിർത്താം. പക്ഷെ ഒരു കണ്ടീഷൻ, ഇവിടെ ജമിയത്തുൽ ഉലമ വിശദീകരണം എന്ന് പറഞ്ഞ് സാധാരണക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇവരിങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ, ഏകപക്ഷീയമായ വിശദീകരണം. അത് അവരും നിർത്തട്ടെ. ജിന്നും സിഗറും പറഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കാന്ന് എന്നെക്കുറിച്ച് പറയുന്ന ആളുകൾ ഇപ്പം അത് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒരു KNM കമ്മിറ്റി വന്നതിന് ശേഷം ഇപ്പം 3ാമത്തെ ജിന്ന് വിശദീകരണമാണ് ഇപ്പം തലശ്ശേരി വെച്ച് നടന്നത് ഈ ജില്ലയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം അവരും നിർത്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ PN പോയിട്ട് അവരോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നിർത്താൻ പറ്റൂല, ഞങ്ങൾ സംഘടനയുടെ നിലപാട് വിശദീകരിക്കുകയാണ്, ജക്കരിയ സംസാരിക്കാൻ പാടില്ല എന്ന്. അപ്പം ഞാൻ PN പറഞ്ഞു, PN ഇതൊരു ന്യായമാണോ? സംസാരിക്കാൻ പാടില്ലെങ്കിൽ ആരും സംസാരിക്കണ്ട, എല്ലാവരും നിർത്തിയിട്ട് നമ്മൾ പഴയ പ്രബോധനത്തിലേക്ക് പോകുക. ഞങ്ങൾ പറയുമോ പറയാൻ പാടില്ല. അതിൽ PN പറഞ്ഞു, ജക്കരിയ എനിക്ക് വേണ്ടി ഈ പ്രബോധന രംഗത്ത് നീ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് കാലത്തേക്ക് നീ സംസാരിക്കില്ലെന്ന് പറയാൻ. ശരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കാലത്തേക്ക് സംസാരിക്കുന്നില്ല എന്ന്. ആ അധ്യായം ക്ലോസ് ചെയ്തിട്ട് പുളിക്കൽ പ്രസംഗത്തിൻ്റെ പ്രശ്നവും തീർത്തിട്ടാണ് ഞാൻ കുവൈത്തിലേക്ക് പോയത്. കുവൈത്തിൽ അവിടെ ഒരു ഇൻ്റർനാഷണൽ സമ്മേളനം ഉണ്ടായിരുന്നു, ഇമാമുമാർക്കും ഖത്തീബുമാർക്കും ഒക്കെ. അൽഹംദുലില്ലാഹ് അതിലൊക്കെ പങ്കെടുത്ത് സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കുന്നു, നാട്ടിൽ എനിക്ക് വിലക്ക് വന്നിട്ടുണ്ട്. 17-ാം തീയതി മീറ്റിംഗ് കൂടി, മാർച്ച് 17-ന്. മാർച്ച് 17-ന് മീറ്റിംഗ് കൂടിയാൽ 18-ന് തന്നെ അതെന്ത് ചെയ്യുക, നടപ്പിലാക്കുക. അങ്ങനെയാണ് സാധാരണ. അത് 20-ാം തീയതിയിലേക്ക് നീട്ടി. കാരണം ഞാൻ കുവൈത്തിൽ നിന്ന് പോരുന്നത് 20-ാം അറിയാം. കാരണം അവിടെ അത് നടക്കൂല. അവിടെ PN അബ്ദുൽ ലത്തീഫ് അതിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ടീം ഇസ്ലാഹി പ്രവർത്തന രംഗത്തുണ്ട്. അത് ഇവിടുന്ന് ഇങ്ങനെ നിരങ്ങണിനനുസരിച്ച് മാറ്റുന്ന ഇസ്ലാഹി സെൻ്റർ അല്ല അവിടെ. അതുകൊണ്ട് അവരവിടെ നടക്കൂല എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, അത് നടപ്പിലാക്കിയില്ല. 20-ാം തീയതി പോരിന് അന്നേക്ക് അപ്പോഴും ഔദ്യോഗികമായിട്ടൊരു വിവരമല്ല. അല്ലെങ്കിൽ അവിടുത്തെ PN ഉണ്ട്, ഇസ്ലാഹി സെൻ്റർ പ്രസിഡന്റ്, അല്ലെങ്കിൽ TP അബ്ദുൽ അസീസ് ഉണ്ട്, അവരോടൊക്കെ ഒരു കത്ത് കൊടുത്തിട്ട് ഇത് സക്കരിയ സലാഹിക്ക് കൊടുക്കണം എന്ന് പറയണ്ടേ, അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ഖത്തറിലേക്ക് പോകാൻ വേണ്ടി പ്ലെയിൻ കയറാൻ നിൽക്കുമ്പോൾ ആ വിവരം കിട്ടുന്നത്. ഞാൻ ഖത്തറിലേക്ക് വിളിച്ചു, അല്ല വിലക്കുണ്ടെന്ന് കേൾക്കുന്നു, നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഞാൻ അങ്ങോട്ട് വരുന്നത്? നിങ്ങൾ ഇസ്ലാഹി സെൻ്റർ KNMൻ്റെ പോഷക ഘടകമാണല്ലോ. അങ്ങനെ എങ്ങനെ? ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ച് വിസക്ക് അപ്ലൈ ചെയ്ത് വിസ എടുത്ത് ഹാള് ബുക്ക് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫനാർ ഓഡിറ്റോറിയമാണ്, അത് എല്ലാ നാട്ടുകാർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ എടുത്തിട്ട് പിന്നെ നടത്തിയില്ലെങ്കിൽ പിന്നെ നമുക്കത് കിട്ടൂല. മാത്രമല്ല എതിരാളികൾക്കിടയിലൊക്കെ നിങ്ങൾ വരുന്നു എന്നുള്ള പോസ്റ്റും മറ്റൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ആളുകളോട് എന്താ മറുപടി പറയുക? അപ്പോൾ ഇന്നലെ ഉണ്ടായ തീരുമാനം നേരത്തെ തീരുമാനിച്ച ഈ പരിപാടിക്ക് ബാധകമായിരിക്കില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാനവിടെ പോയി പരിപാടികൾ തുടങ്ങി. അപ്പോഴേക്കും അവിടുത്തെ വിമത ഗ്രൂപ്പ് അവിടെ ഉണ്ടല്ലോ, എല്ലായിടത്തും അബ്ദുറഹ്മാൻ സലഫി കോക്കസ് ഉണ്ടാക്കിയിരുന്നല്ലോ. ഇയാൾ കുറച്ച് കാലം ഇസ്ലാഹി സെൻ്ററിൻ്റെ ചുമതലയേറ്റു. 2005-2006 കാലത്താണ്. അന്ന് ദഅവത്ത് വകുപ്പും പിന്നെ വിദേശകാര്യമാണ് ഇയാൾക്ക് കൊടുത്തത്. ദഅവത്ത് വകുപ്പ് ഇയാളങ്ങ് എടുത്തതേ അല്ല. AP-യോടുള്ള മുഷ്ക് കാരണം അതണ്ട് ഒഴിവാക്കിയിട്ട് വിദേശകാര്യം എടുത്തത്. പ്ലെയിനിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ കാര്യമല്ലോ. അങ്ങോട്ട് തുടങ്ങി എല്ലാ ഇസ്ലാഹി സെൻ്ററിലും കോക്കസ് ഉണ്ടാക്കി ഇയാൾ. എവിടെ ചെന്നോ ഇയാൾക്കൊരു കോക്കസ് ഉണ്ടാകും അവിടെ. അങ്ങനെ ഖത്തറിലുണ്ടാക്കിയിട്ടുണ്ട് കോക്കസ്. അപ്പം ആ കോക്കസ് എനിക്ക് ഒരു നെറ്റ് നിർത്തിയൊരു കത്താന്നും പറഞ്ഞാണ്ട് കൊടുന്നു. എന്തെല്ലാം കത്തിപ്പോൾ നെറ്റിൽ നിന്ന് എടുക്കുക, ഞാനത് വാങ്ങിയതേ ഇല്ല. മനസ്സിലായില്ലേ? അതങ്ങനെയാണ് ഞാൻ ചെയ്തത്. കത്ത് ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ എന്തിതോ എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ കത്ത് തന്നു, ഞാനത് പരിഗണിച്ചില്ല. ഞാൻ ഈ അർത്ഥത്തിലാന്നാ വിചാരിച്ചു. ഇപ്പം പറഞ്ഞെന്താരോ, കത്ത് കിട്ടിയിരുന്നു, വായിച്ചിരുന്നു, പക്ഷേ പരിഗണിച്ചില്ല. കത്ത് ഞാൻ വാങ്ങിയില്ല. അവിടെ കളിയായിരുന്നു. നിങ്ങൾ നെറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വാങ്ങണ പണി എനിക്ക് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ ഞാൻ ഖത്തറിൽ 30 ദിവസം നിശ്ചയിച്ചിരുന്ന പരിപാടി 10 ദിവസമാക്കി ചുരുക്കിയിട്ട് ഞാൻ സൗദിയിലേക്ക് പോയി. സൗദിയിൽ പോയത് എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഉംറ ചെയ്യണം, എൻ്റെ PhD തീസിസ് അവിടെ പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് പരിശോധിക്കാൻ ഏൽപ്പിച്ച ഷെയ്ഖിനെ കാണണം. അങ്ങനെ എൻ്റെ ചില ആവശ്യങ്ങൾ, ജാമിയത്തുൽ ഇമാമിലോ മറ്റോ കുറച്ച് കാലത്തേക്ക് പാർട്ട് ടൈമായിട്ട് പഠിക്കാൻ പറ്റുമോ നോക്കണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളായിട്ട് പോയതാണ്. പക്ഷെ ഇവരെന്താ, ഈ കത്ത് കിട്ടി 15 ദിവസത്തിനകം നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. ഗൾഫിലുള്ള എനിക്ക് പെട്ടെന്ന് യാത്ര മാറ്റി ടിക്കറ്റ് കിട്ടാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. എൻ്റെ ഖത്തർ പരിപാടി ഞാൻ 10 ദിവസം 30 ദിവസം വെട്ടിച്ചുരുക്കി. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് പോയി. എന്നിട്ടിപ്പോൾ എന്താ ആക്ഷേപം എന്നറിയോ? ഖത്തറിലും സൗദിയിലും ഈ അച്ചടക്ക നടപടി ഈ കാലത്ത് പ്രസംഗിച്ചുകൊണ്ട് ഭരണസമിതിയുടെ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് മേലിൽ ഭരണസമിതിയുടെ കൽപ്പന ലംഘിക്കുകയില്ലെന്ന് ഉറപ്പു തരികയും സംഭവിച്ചു പോയതിൽ സക്കരിയ ഖേദം പ്രകടിപ്പിച്ച് എഴുതി തരികയും വേണം. എന്താ ഇപ്പോൾ KNMൻ്റെ ഒരു കമ്മിറ്റി വന്നാൽ എന്താ ഒരാളെ ഭരിക്കണീനില്ലേ? ഇപ്പം ഇവിടെ ഒരുത്തണ്ട് ഇത്രേ പുറത്തു നിന്നിട്ട് ഫോട്ടോ എടുക്കണം, ഇവിടെ വരുന്നോലേ. എന്താ പോയിൻ്റൊക്കെ ധിക്കാരം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ എത്തിയവരൊക്കെ. മുജാഹിദ് പ്രവർത്തകരുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരെ ടോർച്ചടിച്ച് നോക്കാൻ മാത്രം സംഘടനാപരമായ പക്ഷപാതിത്വം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഇതേത് സെലഫിയ? ഇത് മുജാഹിദുകൾക്ക് പരിചയമല്ലതൊന്നും. ഇവിടെ വരുന്നവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാരപ്പണിക്ക് വന്നിക്കുക.
ഇങ്ങനെയുണ്ടോ ഒരു ഇടപാട്? അപ്പൊ ഇതൊന്നും സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് പരിചയമല്ലാത്തതാ. എന്താ ഇപ്പൊ സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്? എന്താണ്? ഒന്ന് പോയി കേൾക്കട്ടെ എന്ന് വിചാരിച്ച മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പുറത്താക്കുന്നു പേടിച്ചിട്ട് ഇവിടെ പലരും വന്നിട്ടില്ല. കാരണം എന്താ, സുന്നികൾ അതേ പരിപാടി. തൃശ്ശൂരിൽ ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു പള്ളിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുക, ക്രിസ്ത്യാനികൾക്ക് ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇടയലേഖനം ഇറക്കും അല്ലേ, അത് അച്ഛൻ്റെ അരുളപ്പാടാണ്, ഇടവകയിലെ കുഞ്ഞാടുകൾ അത് പിൻപറ്റിക്കൊള്ളണം. അന്നതുപോലെ ഇടയലേഖനം. ഇവിടെ നടക്കുന്ന ഒരു പരിപാടിയും വിശദീകരണ യോഗവും ഉണ്ട്, അത് നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ട് ആരും അതിന് സഹകരിക്കാൻ പാടുള്ളതല്ല. പള്ളി കൊടുന്ന് ഇടയലേഖനം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. അതപ്പതനം നോക്കി നിങ്ങൾ. ഇത്ര അതപ്പതിക്കപ്പോൾ ഇന്നലെ ഞാൻ എറണാകുളത്ത് ചെന്നപ്പോൾ അവിടെ പെരുമ്പാവൂരും ആലുവയിലുമൊക്കെ വീടുകൾ തോറും കയറിയിട്ട് ക്യാമ്പയിൻ, പരിപാടിക്ക് പോകാൻ പാടില്ല. ഖുറാഫി മുസ്ലിയാക്കന്മാരെക്കാൾ അതപ്പതിച്ച വർഗം. ഇതിൻ്റെ അർത്ഥം എന്താ? അവരൊക്കെ തെളിവില്ല എന്നാണ്. സക്കരിയ സലാഹി പറഞ്ഞത് കേട്ട കാര്യം മനസ്സിലായി പോകും. അപ്പൊ പിന്നെ ശിർക്ക് പ്രചരണം ഉണ്ടല്ലോ, സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി ജിന്നി മലക്കിനെ വിളിച്ചു ബാധിക്കാൻ തുടങ്ങിയ കള്ളപ്രചരണത്തിന്റെ മുനയൊടിയും. ആളുകളെ സത്യം മനസ്സിലാക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘടന 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 എന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അവരൊക്കെ പാടെ വീടുകൾ തോറും കയറി ക്യാമ്പയിൻ നടത്തുകയാണ്. മാത്രമല്ല വാദപ്രതിവാദത്തിനുണ്ടോ. ആകെ മഞ്ചേരി ഒരു തുള്ളി ഒറ്റിച്ച് രണ്ടാമത്തെ തുള്ളി ഒറ്റിക്കാൻ തൃശ്ശൂർ ചെന്നപ്പോൾ വാദപ്രതിവാദത്തിനുണ്ടോ. ഇത് ഖുറാഫികളെ പണിയാ, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കൊല്ലമായില്ലേ ഏകപക്ഷീയമായി വിശദീകരണം തുടങ്ങിയിട്ട്, ഞങ്ങളൊന്ന് വിശദീകരിക്കട്ടെ എല്ലാ ജില്ലകളും ആദ്യം, പിന്നൊന്ന് മണ്ഡലം തോറും, അങ്ങനെ ഒരു കൊല്ലം ഞങ്ങളും നടക്കട്ടെ, എന്നിട്ട് നമുക്ക് വാദപ്രതിവാദമൊക്കെ നടത്താം. സാധാരണ നമ്മൾ അങ്ങനെയുള്ള പറയാല്ലോ, ഖുറാഫികളെ കണ്ണന പ്രസംഗം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു 4 ചാല് പൂട്ടട്ടെ, എന്നിട്ട് കട്ട ഉടയുന്നില്ലെങ്കിൽ നമുക്ക് വാദപ്രതിവാദത്തിലേക്ക് പോകാൻ. ആ മറുപടി എന്ന് ഞാനും കൊടുത്തു. പിന്നെ സക്കരിയ സലാഹിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മറുപടി പറയുമോ എന്നിട്ടൊരു ചോദ്യം, ഒരു 21 ചോദ്യം അച്ചടിച്ചിട്ട്, അതും ഖുറാഫികളെ പണിയാ. എന്താ അറിയോ, നമ്മളെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാകിയാണ് ചിത്രീകരിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ. അപ്പൊ അതിന് മറുപടി പറഞ്ഞാൽ നമ്മളതിൻ്റെ ആളായി. ഞാൻ പറഞ്ഞ ഞാൻ മറുപടി അറിയില്ല. ആ ചോദ്യം നേരെ തിരിച്ചിങ്ങളോട് അബ്ദുറഹ്മാൻ സലഫിയും അനസും അനീഫയും മറുപടി പറയാൻ തയ്യാറുണ്ടോ എന്ന് മേലെ എഴുതിയിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്താളി എന്നാണ് ഞാൻ പ്രവർത്തകരോട് പറഞ്ഞത്. ഈ വിഷയത്തിൽ എന്ത് ചോദ്യം വന്നാലും മറുപടി പറയാമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിച്ച വസ്തുതകൾ എന്താണ് അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ സുഹൃത്തുക്കളെ സൗദിയിൽ പോയപ്പോൾ അവിടെ ബുറൈദയിലും ദമാമിലുമൊക്കെ ഞാൻ പരിപാടി നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു എന്നാണ് എനിക്കത് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പരിപാടി നടത്താൻ പോയിട്ടേ ഇല്ല, ബുറൈദയിലേക്ക് ഞാൻ പോയിട്ടെന്നല്ല. ദമാമിൽ ചെന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് KNMന്റെ വിലക്കുണ്ട്, അതുകൊണ്ട് KNMന്റെ പോഷകഘടകം എന്ന നിലയ്ക്ക് ഇസ്ലാഹി സെന്ററിൻ്റെ ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കുകയില്ല. അവർ ചോദിച്ചു, ഇവിടുത്തെ ജാലിയാത്ത് കോപ്പറേറ്റീവ് ഓഫീസുകളുണ്ട്, പുറത്തുനിന്ന് അന്യനാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ദീനി ദഅവത്ത് എത്തിക്കാൻ വേണ്ടി അർദ്ധ സർക്കാർ സ്ഥാപനമായി അറബികൾ പിരിവെടുത്തും ബാക്കി ഗവൺമെൻറ് പണം കൊടുത്തും നടത്തുന്ന ദഅവ ഓഫീസുകളുണ്ട്, ജാലിയാത്ത് എന്നതിന് പറയാം. ജാലിയാത്തിൻ്റെ കീഴിൽ നടന്ന പരിപാടി പങ്കെടുക്കാൻ പറ്റും, അത് വേണമെങ്കിൽ പങ്കെടുക്കാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ഇസ്ലാഹി സെൻറ്ററിൽ 2 ഗ്രൂപ്പ് ഉണ്ടാകാൻ പാടില്ല. ജുബൈൽ ദഅവ സെൻറ്ററിൽ നടത്താൻ എല്ലാവർക്കും പൂർത്തിയായി, പക്ഷേ നമ്മുടെ കണ്ണൂരിലുള്ള ഫാറൂഖ് സാഹിബും അങ്ങനെ കുറച്ച് ആളുകൾക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം. ഞാൻ നേരെ ഫാറൂഖ് സാഹിബിനെ വിളിച്ചു, ഫാറൂഖ് സാഹിബ് നിങ്ങൾ 2 ചേരിയായിട്ട് എൻ്റെ പ്രസംഗം ഇവിടെ വെക്കണ്ട, ഇത് ദഅവത്താണ്, ആളുകളെ ചേരിതിരിക്കാനുള്ളതല്ല. അതുകൊണ്ട് എൻ്റെ ഒരു പരിപാടി നടത്തിയിട്ട് നിങ്ങൾ 2 ചേരിയാകുകയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കൂലാന്ന്. ജുബൈലിൽ ഞാൻ പ്രസംഗിച്ചില്ല, ദമാമിൽ ഞാൻ പ്രസംഗിച്ചില്ല. ബുറൈദക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏകാഭിപ്രായം അനുസരിച്ച് ജാലിയാത്തിൽ പരിപാടി വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ നടത്തും. മദീനയിൽ ചെന്നപ്പോൾ ഇസ്ലാഹി സെന്ററിൽ പറഞ്ഞു, ഇത് ബാത്തിലായ സർക്കുലറാണ്, ഇത് ഹക്കല്ല, ആ ബാത്തിലിനെ ഞങ്ങൾ തള്ളിക്കളയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞാൻ ഒരുക്കി തരാം ഇസ്ലാഹി സെന്ററിൻ്റെ വേദി. ഞാൻ പറഞ്ഞു, ശരിയല്ലല്ലോ, അത് നമ്മളെ നേതാക്കന്മാരെ ഞാൻ ധിക്കരിച്ചു എന്ന് വരില്ലേ? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ജാലിയാത്തിൻ്റെ കീഴിൽ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ഞാനതിൽ പങ്കെടുത്തുകൊള്ളാം. അങ്ങനെ ഞാൻ ജാലിയാത്തിൻ്റെ കീഴിൽ ഒരു പരിപാടിയിൽ മാത്രമാണ് സൗദിയിൽ പങ്കെടുത്തത്. പോഷക ഘടകമല്ല ജാലിയാത്ത്, ഒരിക്കലും KNMന്റെ പോഷക ഘടകമല്ലല്ലോ. എന്നിട്ടും എൻ്റെ പേരിൽ പറഞ്ഞത് എന്താ, ഞാൻ അച്ചടക്ക നടപടി കാലത്ത് ഇവിടെ ജാലിയാത്തിൽ പ്രസംഗിച്ചുകൊണ്ട് അച്ചടക്കം ലംഘിച്ചു. ഈ അച്ചടക്ക നടപടി, പുറത്താക്കല്, അവത്താക്കല്, വിശദീകരണം ചോദിക്കല്, മാറ്റി നിർത്തല്, ഇതൊന്നും മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ചില പരിപാടികളാണ്. നമ്മൾ ഈ സംഘടന, ഭരണഘടന, പ്രസിഡന്റ്, സെക്രട്ടറി, കൗൺസില്, അതൊക്കെ നമ്മളൊരു ചട്ടവട്ടം, ഒരു സൗകര്യത്തിനുണ്ടാക്കിയതാണ്. അതിനൊന്നും വലിയൊരു പ്രാധാന്യം മുമ്പ് നമ്മൾ കൊടുക്കലില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ലത്. ഇതൊരു ദുന്യവി കാര്യമാണ് സംഘടന എന്ന് പറയുന്നത്. ദീനാണ് വലുത്, ആദർശമാണ് വലുത്.
ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചൊരു ഭൗതിക സംവിധാനം മാത്രം അത്. ഇപ്പം ഈ മൈക്ക ഇതില്ലെങ്കിലും പ്രസംഗിച്ചൂടെ? പ്രസംഗിക്കാം, പക്ഷെ കുറച്ചാളെ കേൾക്കുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ചങ്കില് വെള്ളം പറ്റും. ഇതുപോലത്തെ ഒരു സാധന സംഘടന എന്ന് പറഞ്ഞത് കുറച്ച് സൗകര്യമാണ് എന്ന് മാത്രം. അല്ലാതെ ഇത് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തോ ഇസ്ലാമെന്ന് പുറത്താണെന്നോ മെമ്പർഷിപ്പ് എടുത്തോനൊക്കെ ഉടലോടെ സ്വർഗത്തിലാണെന്നോ നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മളൊരു പുതിയ സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, മുസ്ലിമീങ്ങളെ നിങ്ങളൊക്കെ KNM മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങൾക്ക് സംഭാവന തന്ന് ഞങ്ങൾ അൽമനാറ് വാങ്ങി ഞങ്ങളെ സഹായിക്കണം എന്ന് പറയാനല്ല ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളെ പറ്റി നിങ്ങളെ ബോധവൽക്കരിക്കുകയാണ്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്ത് ഒഴിവാക്കിയാൽ മതി. എത്രത്തോളം നമ്മൾ പറയുന്നറിയോ? ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകൾ അവസാനിപ്പിച്ച് യഥാർത്ഥ തൗഹീദിന്റെ വാഹകരായി കേരളത്തിലെ മുസ്ലിമീങ്ങൾ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ ഈ സംഘടന പിരിച്ചുവിടും. അല്ല, മുറി ഉണങ്ങിയാൽ പൊറ്റ നടന്നു വീഴുന്നത് പോലെ ഈ പ്രസ്ഥാനം ഇല്ലാതെയാകും എന്ന് പ്രസംഗിക്കുന്നവരാ നമ്മള്. അപ്പൊ സംഘടനക്ക് അത്രേ നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല, ഇപ്പൊ കേഡർ പാർട്ടി പോലെ ആക്കാനുള്ള ശ്രമമാണ്. അതിനാണല്ലോ ഇപ്പൊ നിരീക്ഷകനെ ഫോട്ടോ എടുക്കാൻ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇവനിപ്പോ ഈ ഫോട്ടോ കൊണ്ട് കോഴിക്കോട്ട് പോകും, എന്നിട്ട് ഓരോരുത്തരെ മാർക്ക് ചെയ്തിട്ട് അടുത്ത KNM തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കും. KNM മെമ്പർഷിപ്പ് കിട്ടിയാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരിക്കണോലൊന്നും ഇപ്പൊ ഇവിടെ അല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അതില്ലാതെയും ദീനിന്റെ ദഅവത്ത് നടക്കും എന്ന് തെളിയിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്ത് നടത്തേണ്ട ദഅവത്തിന് വേണ്ടി അവിടുത്തെ മുസ്ലിമീങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കുക. അവരാളെ വിളിക്കുന്നു, പ്രസംഗിക്കുന്നു, പരസ്പര സഹായ സഹകരണത്തിനടിസ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ യൂണിറ്റിക്ക് നമ്മളുമ്പോൾ പുറത്തുമ്പോൾ അങ്ങനെ ഒരു പ്രയാസവുമില്ലാതെ ഒരു ചേരുതിരിവും കക്ഷിത്വവും ഇല്ലാതെയാണ് മുജാഹിദുകൾ പണ്ട് പ്രവർത്തിച്ചത്. ആ രീതിയിൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത് സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഭരണഘടനയും ഒരു തെരഞ്ഞെടുപ്പും ഒരു ബൈലോക്കെ വേണം. അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. അല്ലാതെ അതിൻ്റെ അക്ഷരങ്ങളെ പൂജിക്കുന്ന സ്വഭാവം മുമ്പൊന്നും മുജാഹിദുകൾക്കില്ല. ഉണ്ടോ? ഭരണഘടനയുടെ അക്ഷരങ്ങളെ പൂജിക്കാറില്ല നമ്മൾ. പിന്നെയോ അതിൻ്റെ സ്പിരിറ്റ് എന്താണെന്നാ നോക്കുക. ലെറ്റർ അല്ല, സ്പിരിറ്റാ നോക്കുക. അതിൻ്റെ ഉദ്ദേശം എന്താണ് അത് മാത്രമേ നോക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 2006 മുതൽ ഇയാളിങ്ങനെ എഴുതി തയ്യാറാക്കിയതാ. ഇപ്പോൾ കഴിഞ്ഞ KNM കൗൺസിലിൽ ഞാൻ പറഞ്ഞല്ലോ എക്സിക്യൂട്ടീവ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വെച്ച നിബന്ധനകളിൽ ഒപ്പിട്ടില്ല? എന്നോട് കുറെ നിബന്ധനകൾ എഴുതിയിട്ട് പറഞ്ഞ് ഇതിൽ ഒപ്പിടണം, എന്നാൽ തിരിച്ചെടുക്കാം. ഒന്നാമത്തെ നിബന്ധന എന്താ അറിയോ? സക്കരിയ സലാഹി പഴയ വാദത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ജിന്നുകളോട് സഹായം ചോദിക്കുന്ന ശിർക്കാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനം എഴുതി KJU കൊടുത്ത് KNM അംഗീകാരത്തോടെ വിചിന്തനത്തിൽ പ്രസിദ്ധീകരിച്ചു.